തഗ്ഗതല്ലേ. അപ്പോൾ ഡിസംബർ 5-ാം തീയതി നമ്മുടെ പുഷ്പ വരുവാണ് തിലകൻ ചാർത്തി ലോകം ഭരിക്കാൻ വേണ്ടി. ഇതുവരെ ഇന്ത്യ സിനിമ കാണാത്തൊരു സെറ്റപ്പിലാണ് മച്ചാൻ വരുന്നത്. 12,000 സ്ക്രീനിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ഇൻക്ലൂഡിങ് ബംഗാളി. ഫസ്റ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ബംഗാളിയിൽ ഡബ്ഡായിട്ട് വരുന്നത്. അപ്പോൾ 200 300 400 എക്കാലത്തെയും റെക്കോർഡ് ബഡ്ജറ്റായ 500 കോടി ബഡ്ജറ്റിലാണ് പടം വരുന്നത്. അതിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 1000 കോടിക്ക് മേലെ ഓൾറെഡി പടത്തിന് കിട്ടിക്കഴിഞ്ഞു. സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി 1000 കോടിക്ക് മേലെ കിട്ടിക്കഴിഞ്ഞു. നോക്കണേ പുഷ്പയുടെ ഒരു റേഞ്ച്. പിന്നെ 500 കോടി എന്ന് പറയുന്നത് ഫിലിമിൻ്റെ ബഡ്ജറ്റാണ്. ഇത് കൂടാണ്ട് 150 കോടി എക്സ്ട്രാ മാർക്കറ്റിങ്ങിനും പ്രൊമോഷനൊക്കെ വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. നവംബർ 17-ാം തീയതി അങ്ങ് നോർത്തിൽ ബീഹാറിലെ പട്നയിൽ വെച്ചിട്ട് ട്രെയിലർ ലോഞ്ച് മുതൽ ഇന്ത്യയിലെ ഓരോ മെയിൻ സിറ്റിയിലും ഡിസംബർ 5-ാം തീയതി വരെയും ഒരു പ്രൊമോഷൻ പരിപാടി വെക്കുന്നുണ്ട്. ഇതുവരെ ഒരു ഫിലിമിൻ്റെ മാർക്കറ്റിങ്ങിനും പ്രൊമോഷനും വേണ്ടി ചിലവാക്കാത്ത പൈസയാണ് ഈ പുഷ്പക്ക് വേണ്ടി അവർ പൊടിക്കാൻ പോകുന്നത്. സാധാരണ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്നത് ചെന്നൈയിലെ, ഹൈദരാബാദിലെ, മുംബൈയിൽ വെച്ചിട്ടായിരിക്കും. ഇതൊന്നും ഇല്ലാണ്ട് അങ്ങ് നോർത്തിൽ ബീഹാറിൽ വെച്ചിട്ടാണ് ഇവർ പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കാരണം സൗത്തിലുള്ള ആൾക്കാർക്ക് പുഷ്പ എങ്ങനെ വന്നു കഴിഞ്ഞാലും ആൾക്കാർ കാണാൻ വരുമെന്നറിയാം. അതുകൊണ്ട് ഇപ്രാവശ്യം നോർത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് പരിപാടി തുടങ്ങിയേക്കണം. ആ ബ്രില്യൻ മൂവ് നോക്കി. അപ്പോൾ അതുപോലുള്ള ഹെവി പരിപാടികളും ഹെവി പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് മോനെ പുഷ്പ റൂൾ ചെയ്യാൻ വരുന്നത്. വന്നെടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു 80% ഇത് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത് ഈ 2ക്ക് വേണ്ടിയുള്ളത്. പക്ഷെ നമ്മുടെ KGF 2 റിലീസായി അതിൻ്റെ സക്സസും അതിൻ്റെ പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്കും സുകുമാറാകെ കിളി പോയ മാറ്റത്തെ അവസ്ഥയായി. പുള്ളി എന്ത് ചെയ്ത് മൊത്തത്തിൽ അങ്ങോട്ട് റീറൈറ്റ് ചെയ്ത് ഈ സ്റ്റോറി ഷൂട്ട് ചെയ്തതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊട്ടേക്കളന് പിന്നെ രണ്ടാമത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയണം. കാരണം ഏതറ്റം വരെ പോയാലും കുഴപ്പമില്ല, നമ്മുടെ പുഷ്പ പുഷ്പിക്കണമെന്നാണ് പറയണത് സുകുമാർ. പിന്നെ ഇതിനകത്ത് ഇൻ്റർവെലിൻ്റെ ഒരു പഞ്ചിന് വേണ്ടി 20 മിനിറ്റ്സ് ഉള്ളൊരു ഷോട്ട് ഉണ്ട്. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ ടീസറിൽ കണ്ടില്ലേ, മറ്റേ കണ്ണൊക്കെ എഴുതി വളയൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്തിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലേ. അപ്പോൾ ആ സീക്വൻസ് ഇൻ്റർവെലിന് മുമ്പുള്ള 20 മിനിറ്റ് ഷോട്ട് എങ്ങാണ്ടാണ്. അപ്പോൾ ആ ഷോട്ടിന് വേണ്ടി 60 കോടിയാണ് ചിലവാക്കിയേക്കണം. ആ 20 മിനിറ്റ്സ് ഉള്ള സീക്വൻസിന് വേണ്ടി 25 ദിവസത്തെ ഷൂട്ട്, 10 ദിവസത്തെ റിഹേഴ്സൽ, 60 കോടി രൂപ ചിലവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുകുമാറാകെ പ്രാന്ത് പിടിച്ചിട്ട് KGFൻ്റെ റെക്കോർഡ് ഏത് വിധേനം തകർക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് സുകുമാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കണം. അപ്പോൾ എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടോക്കാം. ചലോ ഹെഡ് ഓൺ. ചിന്നംവിളിയാണല്ലോ. ആരാന്ന് നമ്മളടുത്ത്? പുഷ്പടാ പുഷ്പ. അതെന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് 5-ാം തീയതി അറിയാം. എൻ്റെ പൊന്നെ, സൗണ്ടിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ 2 ദിവസം മുമ്പ് ഒരാൾ പോയിട്ടുള്ളൂ. അതിൻ്റെ കോലാൽ ഇപ്പോഴും തീർന്നിട്ടില്ല. അതും 2 അക്ഷരമായിരുന്നു, കങ്കുവ. ഇതും അത് 2 അക്ഷരമാണ്, പുഷ്പ. ഞാൻ ഇപ്പോഴേ പറയാം, സൗണ്ട് കുറച്ചിട്ടോ. നമ്മുടെ പ്രേക്ഷകരൊക്കെ വളരെ ലോല ഹൃദയന്മാരാണ്, അവർ താങ്ങൂല. അപ്പറഞ്ഞത് ശരിയാണ്. ദേ നോക്കിയേ, അതാണ് ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റിയാണ്, ലാസ്റ്റിംഗ് ആണ്. പൊളപ്പ സാധനം. തഗ്ഗതല്ലേ. ബ്ലാസ്റ്റിംഗ് ആണ്. ജസ്റ്റ് വെട്ടി അങ്ങോട്ട് അട്ടിക്കിട്ടേക്കണം ചന്ദനം. ശ്രീവല്ലി എൻ്റെ ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതാണ് സൗണ്ട്. ഇതാണ് അള്ളുവിനെ അള്ളു ആക്കണത്. എനിക്ക് തോന്നുന്നു ഈ ജിസ് ജോയിൻ്റെ വോയിസ് കൊണ്ടാണെന്നാണ് അള്ളു നമ്മുടെ ഉള്ളിൽ ഇത്രയും അങ്ങോട്ട് കയറിയത്. അള്ളുവിൻ്റെ റിയൽ വോയിസ് അത്ര കേൾക്കാൻ സുഖമുള്ളതല്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടമല്ല. ഓ സെൻറ്റിമെൻറ്റ്സ്. പെണ്ണുങ്ങൾ തിയേറ്ററിൽ കയറ്റാനുള്ള പരിപാടിയാണ്. ഓ വന്നു മോനെ, ഷമ്മി ബൻവർ ഷിക്കാവത്തെത്തി. പാർട്ടിയുണ്ട് പുഷ്പ. പാർട്ടിയുണ്ട്. പാട്ടില്ലാണ്ട് അവിടെ പോവാൻ പാർട്ടിയുണ്ട്. ശ്രീനു, മംഗളം ശ്രീനു പൊളിക്കാറിട്ടായിരുന്നല്ലോ. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും, കാലണേ അരയണേ നമ്മളാസാക്കാൻ വേണ്ടി കോടികൾ എന്ന് പറ. അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. അത് ലിറ്ററലി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മറ്റേ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വരിയും പിറക്കിയെടുക്കുമെന്ന് പറഞ്ഞ മാതിരി നമ്മുടെ എല്ലാം പോക്കറ്റ് വാരിക്കൊണ്ടുപോകുന്നതാണ് ഉദ്ദേശിച്ചേക്കണം മച്ചാൻ. ഈ പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. 60 കോടി. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട.
ഇന്റർനാഷണൽ ഹെവി ഹെവി ഹെവി. ഓ പൊളി പൊളി പൊളി. പുഷ്പ 2. ഒന്ന് ഫയർ നല്ല പഞ്ചിന്റെ മേളിൽ പഞ്ചാ. ഓ വൈൽഡ് വൈൽഡ് ഫയർ. December 5. പക്ഷെ എൻ്റെ ഐമാക്സിലാ. ഐമാക്സ് ഡോൾബി സിനിമ. ഓ 4DX ഐസ് ഫോർമാറ്റ്. എന്തെല്ലാം ഫോർമാറ്റിലാണ് ഇറങ്ങുന്നത് എൻ്റെ പൊന്നെ. നേരത്തെ പുഷ്പ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോക്കറ്റ് കംപ്ലീറ്റ് കാലിയാക്കി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പം മോനെ ഫയറല്ല, വൈൽഡ് ഫയറാണ്. ഓക്കെ, പിന്നെ ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. 5-ാം തീയതി ആവട്ടെ, പടം ഇറങ്ങട്ടെ, കണ്ടിട്ട് നമുക്ക് വിശദമായിട്ടിരിക്കുക. അതായിരിക്കും ബെറ്റർ. അല്ലാണ്ട് ഇതൊന്നും കണ്ടിട്ട് നമുക്കിപ്പോൾ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. പുഷ്പ വാടിപ്പോവാനും സാധ്യതയുണ്ട്, പുഷ്പിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഒരു തീരുമാനത്തിലെത്തണ്ട. 5-ാം തീയതി ആവട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. തഗ്ഗതല്ലേ.